ബഗാല ബിസിനസ് എങ്ങനെ വിജയിപ്പിക്കാമെന്നാണ് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞത്. ഇന്ന് നമ്മൾ പറയുന്നത് ബഗാലയിൽ നല്ല കസ്റ്റമർ സർവീസ് കൊടുത്ത് എങ്ങനെ സെയിൽസ് കൂട്ടാം, ബിസിനസ് എങ്ങനെ കൂട്ടാം, അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. അൻസാർ മുഹമ്മദ് വിത്തിയും ഏറ്റവും പ്രധാനം നമ്മൾ ബഗാലയിൽ, ഗ്രോസറിയിൽ, സൂപ്പർ മാർക്കറ്റിൽ, മിനി മാർക്കറ്റിൽ അവിടെ വെക്കേണ്ട സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൊഡക്റ്റ് നോളജ് ഉള്ള സ്റ്റാഫായിരിക്കണം നമ്മൾ അവിടെ വെക്കേണ്ടത്. അമ്മായിൻ്റെ മോനെ കൊണ്ടുവരിക, അല്ലെങ്കിൽ എളാപ്പാൻ്റെ മകനെ കൊണ്ടുവരിക, അല്ലെങ്കിൽ അളിയനെ കൊണ്ടുവന്ന് നിർത്തുക എന്നുള്ളതല്ല അവിടുത്തെ ഏറ്റവും പ്രധാനമായ കാര്യം. അവിടെ നിൽക്കാൻ ആൾ ചിരിക്കുന്ന, ആളുകളോട് പെരുമാറാൻ അറിയുന്ന, നല്ല ഫ്രണ്ട്ലി ആയിട്ട് ഇടപഴകാൻ പറ്റുന്ന, പ്രൊഡക്റ്റിനെ കുറിച്ച് നോളജ് ഉള്ള ഒരാളായിരിക്കണം. ഇപ്പം ഇങ്ങനെ വരുമ്പം ആൾക്കാർ ഇങ്ങനെ വരുമ്പം തന്നെ ഇവൻ്റെ ഈ ഇതിങ്ങനെ ഉള്ള ഫേസ് കണ്ടിട്ട് ആണ് ആളുകൾ കടന്നു വരിക. അപ്പോൾ ആളുകൾ ഇങ്ങനെ പറയാൻ തുടങ്ങും, ഓ ആ കടയ്ക്ക് അത്യാവശ്യ ഘട്ടത്തിൽ പോകാന്നല്ലാതെ പോകരുത്, അവിടേക്ക് അങ്ങോട്ട് ചെന്നാൽ അവർ കടിക്കാൻ നിൽക്കുന്ന മാതിരിയാണ് അവിടുത്തെ സ്റ്റാഫ് നിൽക്കുന്നതെന്നാണ് പലപ്പോഴും പറയാം. അപ്പോൾ അങ്ങനത്തെ ആളല്ല, ഫ്രണ്ട്ലി ആയിട്ട് ഒന്ന് വരുമ്പോൾ വെറുതെ ഒന്ന് ചിരിക്കുക, എന്തെങ്കിലും നഷ്ടപ്പെടാണ്ടോ. ഒരു കസ്റ്റമർ കയറി വരുമ്പം നമ്മൾ ശമ്പളം വാങ്ങുന്ന ഇവിടുത്തെ ബിസിനസ് വന്നിട്ടാണ്. അപ്പോൾ ഒരു കസ്റ്റമർ കയറി വരുമ്പം ഒന്ന് ചിരിച്ചൂടെ? എന്തിനാ ചിരിക്കാൻ പഠിക്കുന്നത്? അപ്പോൾ ചിരിക്കാൻ പറ്റുന്നൊരു സ്റ്റാഫ് തന്നെ ആയിരിക്കണം ഈ ബഗാലയുടെ, ഗ്രോസറിയുടെ കൗണ്ടറിൽ ഉണ്ടാവേണ്ടത്. അദ്ദേഹത്തിന് പ്രൊഡക്റ്റ് നോളജും വേണം. ഇപ്പോൾ ഒരാൾ പറയാം, സോപ്പിൻ്റെ പൊടി എവിടെയുള്ളത്? സോപ്പിൻ്റെ പൊടിയോ അവിടെ എവിടെയൊക്കെ ഉണ്ടോ നോക്കുക, അല്ലെങ്കിൽ ആ ഭാഗത്തുണ്ടോ നോക്കുക. ഇല്ല, അത് അവിടെ അവൻ കൗണ്ടറിൽ ഇരിക്കുകയായിരിക്കും. അവിടുന്ന് ലാസ്റ്റ് ആ ചോപ്പ് തതാ അതിന് നേരെ താഴെയുണ്ട്. ഈ കസ്റ്റമർ നേരെ പോകുന്നു, അവിടെ പോയാൽ ആ സാധനം കിട്ടുന്നു, കാണുന്നു, എടുക്കുന്നു. ഈ കടയിലുള്ള സാധനങ്ങൾ, ഐറ്റംസ് എവിടെയാണ് വെച്ചത് എന്നറിയുന്ന പ്രൊഡക്റ്റ് നോളജുള്ള ഒരാളായിരിക്കണം. ഇതിൻ്റെ ലേഔട്ട് കറക്റ്റ് അറിയുന്ന ഒരു സ്റ്റാഫായിരിക്കണം നമ്മുടെ ഗ്രോസറികളിൽ ഉണ്ടാവേണ്ടത്. അങ്ങനെ വരുമ്പോഴേ സെയിൽസ് കൂട്ടാൻ പറ്റുള്ളൂ. വേറെ രണ്ടാമത്തെ ഒരു കാര്യം, പ്രോംപ്റ്റ് അസിസ്റ്റൻസ് കൊടുക്കാൻ നമുക്ക് പറ്റണം. അഥവാ ഒരാൾ വന്നു ഒരു കാര്യം ചോദിച്ചു, അപ്പക്കപ്പേ ഒരു മിനിറ്റ് ഇത് റീൽ ഇങ്ങനെ കണ്ടു, ഒരു മിനിറ്റ്, എന്താ പണി ഇവന് പണി റീല് കാണുകയാണ്, അല്ലെങ്കിൽ വീഡിയോസ് കാണുകയാണ്, അല്ലെങ്കിൽ പാട്ട് കേൾക്കുകയാണ്. അല്ല, ഒരു കസ്റ്റമർ വന്ന അപ്പക്കപ്പേ അവരെന്താണ് ആവശ്യമെന്ന് ചോദിച്ചാൽ അതവിടെ ഉണ്ടല്ലോ, ഓക്കെ ഇതൊന്നും എടുത്ത് നോക്കൂ, അവിടെ ഒന്നും ഉണ്ടാവുമല്ലോ എന്ന് പറയാൻ പറ്റിയ പ്രോംപ്റ്റ് അസിസ്റ്റൻസ്. എന്താ വേണ്ടത്? എനിക്ക് സോപ്പ് ആവേണ്ടത്, സോപ്പ് അവിടെ ഉണ്ട്, ഓക്കെ. എന്താ വേണ്ടത്? എനിക്ക് പേഷ്യൻ്റ് ആവേണ്ടത്, പേഷ്യൻ്റ് അവിടെ, അതിന് എത്തുമോ നോക്കുക. ഇതാണ് പ്രോംപ്റ്റ് സർവീസ് അസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇത് ബഗാല ബിസിനസ്സിൽ വളരെ അനിവാര്യമാണ്. കാരണം വരുന്ന ഓരോ കസ്റ്റമറും പ്രധാനമാണ്. കാരണം നമ്മൾ ആ പ്രോംപ്റ്റ് റെസ്പോൺസ് കൊടുത്തില്ലെങ്കിൽ, അപ്പുറത്തെ കടയിൽ പ്രോംപ്റ്റ് റെസ്പോൺസ് ഇല്ലെങ്കിൽ ഇവന് അവിടെ പോകുള്ളൂ ഇനി. കാരണം എന്തിനാണ് നിൻ്റെ മുഖം കാണുന്നത് എന്നായിരിക്കും അവൻ ചോദിക്കുക. മൂന്നാമത്തെ ഏറ്റവും പ്രധാനം, ക്ലീൻ ആൻഡ് ഓർഗനൈസ്ഡ് എൻവയോൺമെൻ്റ് ആയിരിക്കണം. നമ്മൾ ബഗാല വരുമ്പോൾ ഒരു വൃത്തി വേണം. കുറേ ഏഷ്യൻ്റെ വാട്ടർ ലീക്കായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്, അതിങ്ങനെ കുറേ വെള്ളത്തിൻ്റെ മേലെ വീണിട്ടുണ്ട്, അല്ലെങ്കിൽ അത് കുറേ പ്രൊഡക്റ്റിൻ്റെ മേലെ ആയിട്ടുണ്ട്. അപ്പോൾ കുറേ ഭാഗം നനഞ്ഞിട്ടുണ്ട്, അത് ഇങ്ങനെ പൂപ്പൽ വന്ന് ഇങ്ങനെ സ്മെല്ല് വരാൻ തുടങ്ങി. അപ്പോഴൊക്കെ ഇവ മൊബൈലിൽ ഇങ്ങനെ ഇരിക്കുക. അല്ല, ഒരു ക്ലീൻ ആൻഡ് ഓർഗനൈസ്ഡ് എൻവയോൺമെൻറ്റ് ഉണ്ടാക്കിയെടുത്താലേ കസ്റ്റമർ വരുള്ളൂ. ഈ വൃത്തിയും വെടിപ്പും ഇല്ലാത്ത സ്ഥലത്തേക്ക് കസ്റ്റമർ പിന്നെ വരില്ല. ഓരോ കസ്റ്റമറും പ്രധാനമാണ്, ബഗാലയിൽ ഓരോ കസ്റ്റമറും പ്രധാനമാണ്. അപ്പോൾ ഒരു ക്ലീൻ ആൻഡ് ഓർഗനൈസ്ഡ് എൻവയോൺമെൻ്റ് ആണ് ഉണ്ടാവേണ്ടത്. വേറെ നാലാമത്തെ ഒരു പോയിന്റ്, ക്വിക്ക് ചെക്കൗട്ട് സർവീസ് ആയിരിക്കണം. അഥവാ ഇവൻ കുറേ മൊബൈലിലായിരിക്കും, കുറേ അപ്പുറത്തെ ഫോണിലായിരിക്കും, കുറേ അങ്ങോട്ട് നോക്കുന്നുണ്ടാവും, കുറേ പുറത്തോട്ട് നോക്കുന്നുണ്ടാവും. അപ്പോൾ ഈ ആളുകൾ ഇങ്ങനെ വരും, ഈ ക്യാഷ് വാങ്ങി ഒരാളെ വിടണ്ടേ, പെട്ടെന്ന് വിടണം. അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന ഒരു സമയം ഇപ്പോൾ രാത്രി 7 മണിക്ക് ഈ ജോലിക്കാരെല്ലാം വരുന്ന ഒരു സമയമാണ്. അപ്പോൾ നല്ല ആളുകൾ വരും. അപ്പോൾ ഈ ഒരാളെ അസിസ്റ്റൻസ് നിർത്തേണ്ടി വരും. പെട്ടെന്ന് ക്യാഷ് വാങ്ങി ബില്ലടിച്ച് ചെക്കൗട്ട് ചെയ്ത് വിടാൻ പറ്റണം. എപ്പോഴും ആളുകൾക്ക് പെട്ടെന്ന് വിട്ടാലേ അവർക്ക് ഇനിയും വരാൻ, അങ്ങോട്ട് പോകണ്ട, ഭയങ്കര ക്യൂ ആണ്. ആ ചെങ്ങായി അവൻ ഇങ്ങനെ മൊബൈലിൽ കളിച്ച് ബില്ലടിക്കാനാണ് അവിടെ ഒരുപാട് സമയം വേണ്ടത് എന്ന് നമ്മുടെ ഗ്രോസറിയെക്കുറിച്ച് ഒരു പേര് വന്നാൽ പിന്നെ ആളുകൾ വരില്ല, കസ്റ്റമർ കുറയും. ഓരോ കസ്റ്റമറും പ്രധാനമാണ്. അതേപോലെ അടുത്ത ഒരു അഞ്ചാമത്തെ ഒരു പോയിൻ്റാണ് പേഴ്സണലൈസ്ഡ് സർവീസ്. ഒരാൾ വരുന്നു, നമുക്ക് ഒരുപാട് അറിയുന്ന ആളാണ്. അപ്പോൾ നമുക്കറിയാം അദ്ദേഹത്തിന് വേണ്ട സാധനം ഏതാണ്. പുതിയ സാധനം വന്നിട്ടുണ്ട്, സ്റ്റോക്ക് വന്നിട്ടുണ്ട്, അവിടെ ഉണ്ട്. മക്കളുള്ളതല്ലേ, മക്കൾ വന്നാലേ അതുകൊണ്ട് ഒരേ കാര്യം നന്നാവുക, അത് കുറച്ച് തോനുണ്ട്, അല്ലെങ്കിൽ ഇത് ഷുഗർ കുറച്ച് കുറവാണ്,
ഇതെടുത്തോളും. അത് പേഴ്സണൽ നമ്മൾക്ക് അറിയുന്ന ആളായി പേഴ്സണലൈസ്ഡ് അവർ വരുന്നത് എന്തിനാണ് എന്ന് ഒരു വട്ടം അറിഞ്ഞാൽ പിന്നെ അവർക്ക് ആ ഒരു പേഴ്സണലൈസ്ഡ് സർവീസ് കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ വരുമ്പോഴാണ് കസ്റ്റമർ കൂടുക. ഓരോ കസ്റ്റമറും ബകാലയിൽ പ്രധാനമാണ്. വേറെ ഒന്ന് ഈ ഫീഡ്ബാക്കുകൾ. ആറാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഫീഡ്ബാക്ക് ചാനൽസ് നമുക്ക് വേണം. അപ്പോൾ ആളുകളിൽ നിന്ന് അഭിപ്രായം കിട്ടണം. ഈ ബിസിനസ് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം, നമ്മുടെ സർവീസ് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം. അപ്പം അത് അവിടെ ഏറ്റവും വന്ന് ഫ്രണ്ട്ലി ആയ ഒരാളോട് ചോദിക്കാം, അല്ല നമ്മളെ സർവീസ് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ ആളുകൾ പറയുമ്പോൾ ഇതൊക്കെ നിങ്ങൾ മോട്ടിവേഷണൽ സ്പീച്ചിൽ പറയാമെന്നല്ലാതെ ഇതൊന്നും നടക്കുകയാണ് അല്ല. നമ്മുടെയൊക്കെ ബിസിനസ്സിൽ നമ്മളിത് ചെയ്യുന്നുണ്ട്. നമ്മൾ കസ്റ്റമേഴ്സിനോട് പിന്നെ ഫീഡ്ബാക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ അവർ വളരെ സ്ട്രോങ് ആയി ചില പോയിന്റുകൾ പറയാറുണ്ട്. അത് റെക്ടിഫൈ ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്ക് വലിയ സന്തോഷമാണ്. അപ്പം അവർ നമ്മുടെ സർവീസും 90% ഉഷാറാണ്. ഇന്ന മേഖലകളൊന്ന് ഇമ്പ്രൂവ് ചെയ്യണമെന്ന് പറയുമ്പം ആ മേഖലയിൽ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. ആ ക്ലയൻറ്റ് നമുക്ക് നഷ്ടപ്പെടില്ല. പുതിയൊരു ക്ലയൻറ്റ് വരുമ്പോൾ നമുക്ക് അതൊരു ആഡ് ഓൺ അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് അവർക്ക് പറയാൻ പറ്റും. ഫീഡ്ബാക്ക് ചാനൽസ് ഉണ്ടായിരിക്കണം. ഏഴാമത്തെ പോയിന്റ്, നല്ല ഒരു റെസ്പോൺസീവ് കമ്മ്യൂണിക്കേഷൻ നമുക്ക് വേണം. ഒരു സാധനം കിട്ടിയില്ല, അപ്പോൾ അദ്ദേഹത്തിൻ്റെ നമ്പറുണ്ട്, അത് വന്നാൽ ഉടനെ വിളിച്ച് പറയാം. ഓരോ കസ്റ്റമറും പ്രധാനമാണ്. നമുക്കൊരു 100-200 കസ്റ്റമർ ഉണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ് വിജയിക്കും. അപ്പോൾ റെസ്പോൺസീവ് കമ്മ്യൂണിക്കേഷൻ വേണം. വേറെ ഒന്ന്, എട്ടാമത്തെ പോയിന്റ്, സ്പെഷ്യൽ സർവീസ് കൊടുക്കണം. അപ്പോൾ ചില ആളുകൾ വരും, അവർക്ക് നമ്മൾ നല്ല റെസ്പെക്റ്റ് കൊടുത്താലേ അവർ സാധനം വാങ്ങും. അവരെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. സാറ് വരൂ. കുട്ടികൾ വരും, വളരെ കാരുണ്യത്തോടു കൂടെ അവർ സാധനങ്ങൾ എടുത്ത് കൊടുക്കണം. കുട്ടികളൊരു മാർക്കറ്റിംഗ് ആണ്. അവരവരെ മാതാപിതാക്കളോട് പറയും, അവരെ ക്രൗഡിൽ പറയും. ഓരോ ആളും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള സ്പെഷ്യൽ സർവീസുകൾ നമ്മൾ കൊടുക്കണം. വേറെ ഒന്ന്, 9ാമത്തെ ഒരു പോയിന്റ്, നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് ആയിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. സെയിൽസ് കൂട്ടാനാണല്ലോ, നല്ല സാധനം കൊടുക്കണം. ഈ നിയർ എക്സ്പയറി ആയ സാധനം ഏതെങ്കിലും മാർക്കറ്റിൽ ഓഫർ കൊണ്ടുവന്നിട്ട് കൊടുക്കുമ്പോൾ അത് നമ്മുടെ ക്രെഡിബിലിറ്റിയാണ് ബാധിക്കുന്നത്. അപ്പം നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകളായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. വേറെ ഒന്ന്, നല്ല ഫോളോ അപ്പ് വേണം. 10ാമത്തെ പോയിന്റ്, നല്ല ഫോളോ അപ്പ് വേണം. അപ്പോൾ ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് തിരിച്ച് വിളിച്ച് ആ കാര്യം പറയാം. അതേപോലെ തന്നെ ഒരു പിന്നെ നമ്മുടെ ലേഔട്ട് ആണെങ്കിലും നമ്മുടെ പ്രൊഡക്റ്റ് ആണെങ്കിലും സ്റ്റോക്ക് ആണെങ്കിലും ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ് ആണെങ്കിലും ഇതൊക്കെ ഒരു ഫോളോ അപ്പ് സിസ്റ്റം നമുക്ക് ഉണ്ടായിരിക്കണം. അങ്ങനെ വരുമ്പോഴാണ് ഈ ഗ്രോസറി ബിസിനസ്, സൂപ്പർ മാർക്കറ്റ് ബിസിനസ് നമുക്ക് വിജയിപ്പിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ അവസാനിപ്പിക്കുന്നു. 10 പോയിൻ്റാണ് സെയിൽസ് ഗ്രോസറിയിൽ കൂട്ടാൻ വേണ്ടി നമ്മൾ പറഞ്ഞത്. ഒന്ന്, ഫ്രണ്ട്ലി ആൻഡ് നോളജബിൾ സ്റ്റാഫ് ആയിരിക്കണം. വരുമ്പോൾ ആളുകളോട് ചിരിക്കുന്ന, ഓരോ പ്രൊഡക്റ്റുകളും എവിടെയാണുള്ളത് അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം. രണ്ടാമത്തേത് പറഞ്ഞാൽ പ്രോംപ്റ്റ് അസിസ്റ്റൻ്റ് ആയിരിക്കണം. ഒരാൾ വന്നൊരു കാര്യം ചോദിച്ചാൽ അപ്പക്കപ്പേ അത് അയാളെ സപ്പോർട്ട് ചെയ്ത് ആ ഒരു സർവീസ് അയാൾക്ക് കൊടുത്തിരിക്കണം. മൂന്നാമത്തേത് ക്ലീൻ ആൻഡ് ഓർഗനൈസ്ഡ് എൻവയോൺമെൻറ്റ് ആയിരിക്കണം. നല്ല വൃത്തിയുള്ള, പൊടികളൊക്കെ ഒഴിവാക്കി, വേസ്റ്റിനെല്ലാം ഒഴിവാക്കി വൃത്തിയിൽ നമ്മുടെ ഈ ഗ്രോസറി നമ്മൾ സൂക്ഷിക്കണം. പെട്ടെന്ന് ബില്ലടിച്ച് പോകാൻ പറ്റിയ, നാലാമത്തേത് പെട്ടെന്ന് ബില്ലടിച്ച് പോകാൻ പറ്റിയ ക്വിക്ക് ചെക്കൗട്ട് സർവീസ് നമുക്ക് കൊടുക്കാൻ പറ്റണം. നല്ല പേഴ്സണലൈസ്ഡ് സർവീസ് കൊടുക്കണം. ഫീഡ്ബാക്ക് ഓപ്ഷൻസ് ഉണ്ടാക്കിയെടുക്കണം. നല്ല റെസ്പോൺസീവായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കൊടുക്കണം. സ്പെഷ്യൽ സർവീസ് കൊടുക്കണം. നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് കൊടുക്കണം. ഫോളോ അപ്പ് വേണം. ഇത് കൊടുത്താൽ ഏത് ബകാല ബിസിനസ്സും നമുക്ക് വിജയിപ്പിച്ചെടുക്കാൻ പറ്റും. സെയിൽസ് കൂട്ടാൻ പറ്റും, ബിസിനസ് കൂട്ടാൻ പറ്റും. ഇങ്ങനെയാണ് എല്ലാ സൂപ്പർ മാർക്കറ്റിൻ്റെ ആളുകളും ചെയ്യുന്നത്. വീണ്ടും മറ്റൊരാശയവുമായി കാണാം. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ നിങ്ങൾക്ക് ചെയ്യാം. താങ്ക് യു വെരി മച്ച്.